നമ്മൾ ഇന്ന് ഇക്ബാലിനെ തേടി പോവാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, 3 വർഷം മുമ്പ് ഒരു മഞ്ഞുകാലത്ത് കശ്മീരിലെ കുപ്വാര ജില്ലയിൽ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നൊരു ഗ്രാമത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ യാദൃശ്ചികമായിട്ട് പരിചയപ്പെട്ട് ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി സൽക്കരിച്ച ഇക്ബാൽ. ശരിക്കും ഇക്ബാലിനെ ഓർത്തപ്പോഴാണ് ഈ യാത്ര പ്ലാൻ ചെയ്തത് തന്നെ. 3-4 ദിവസമായി ഞാനും അനസും കൂടി ശ്രീനഗറും പരിസരത്തും ചുറ്റിക്കറങ്ങുന്നു. അനസ് അവൻ്റെ ട്രിപ്പ് അവസാനിപ്പിച്ചിട്ട് ഇന്ന് ദുബായിലേക്ക് പോവാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് അവന് ഡൽഹിയിലേക്കുള്ള ബസ്. ഇപ്പോൾ അവൻ എനിക്ക് കുപ്വാരയിലേക്കുള്ള ബസ് കിട്ടുന്ന ബസ് സ്റ്റാൻഡിലേക്ക് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂട്ടർ എടുത്തിട്ട് പോകുന്നതാണ്. ഇന്നലെ ഡിന്നറിന് ശേഷം കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സ്പെഷ്യൽ കശ്മീരി ബിസ്ക്കറ്റും ഒരു ചായയും ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് ഒരുമിച്ച് കഴിച്ച ശേഷം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം യാത്ര പറഞ്ഞ് പിരിഞ്ഞു. अस्सलाम वालेकुम। नाम क्या है? हाँ ओके। ये बस में मिंडी जाना है ना? मिंडी जाना है। उधर से मिलेगा? उधर से मिलेगा। कुपवारा बस मिलेगा? बड़ा वाला बस? बड़ा वाला बस। ओके थैंक यू। ഇവിടുന്ന് കുപ്വാരക്ക് ബസ് കിട്ടുന്നതാണ് ഓൺലൈനിൽ കണ്ടത്. അപ്പോൾ ഇവിടെ ചെറിയൊരു ബസ് കിട്ടുന്നുണ്ടായിരുന്നു. ആ പുള്ളിക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിനകത്ത് മിണ്ടി ബസ് സ്റ്റാൻഡിൽ പോയാൽ മിണ്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. വലിയ ബസ് കിട്ടും, അതല്ലെങ്കിൽ പിന്നെ ഷെയർ ടാക്സി ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഷെയർ ടാക്സി പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് ബസ്സിൽ പോകാനാണ് ആഗ്രഹം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറത്താണ് മിണ്ടി. എനിക്ക് ഇതുവരെ ട്രൈ ചെയ്തിട്ട് ഇക്ബാൽ ഭായിനെ ഫോണിൽ കിട്ടിയിട്ടില്ല കേട്ടോ. പുള്ളി അവിടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഞാൻ ഇന്നലെ മുതൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പുള്ളിനെ കിട്ടുന്നില്ല. എന്തായാലും പുള്ളി അവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ പോവാണ്. ഉണ്ടാവുമായിരിക്കും. എനിക്ക് ഏകദേശം ആ സ്ഥലത്തിനെ കുറിച്ചൊരു ഐഡിയ ഒക്കെ ഉണ്ട്. മിണ്ടി ബസ് സ്റ്റാൻഡ്. മിണ്ടിയെ മണ്ടി. ഓക്കെ. നമ്മളെ ബസ്സിന്റെ ആളില്ലേ, പുള്ളിക്ക് വ്ളോഗിൽ വരാൻ ഭയങ്കര ആഗ്രഹം. ഇവിടെ വന്നപ്പോ ഭയങ്കര തിരക്കാട്ടോ. ഇത് കുറെ സ്ഥലങ്ങളിലേക്ക് ബസ് പുറപ്പെടുന്ന ബസ് സ്റ്റാൻഡാണ്. ബാരാമുള്ള പോയിട്ടാണ് ശരിക്കും അങ്ങോട്ട് പോകേണ്ടത്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് കുപ്വാര ബസ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. കുപ്വാര ബസ് ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞു കേട്ടോ. ഇത് ഒരുപാട് വലിയ ബസ് സ്റ്റാൻഡ് കേട്ടോ, കുറെ ബസ്സുകളുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാ ഈ ബസ് പുറപ്പെടാത്ത കുപ്വാര. കുപ്വാര കശ്മീരിന്റെ വടക്കേ അറ്റത്തുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ജില്ലയാണ് കേട്ടോ കുപ്വാര. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 110 കിലോമീറ്ററോളം ദൂരമുണ്ട് കുപ്വാരയിലേക്ക്. പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നതുകൊണ്ട് തന്ത്രപ്രധാനമായ പ്രദേശം കൂടിയാണ് കേട്ടോ കുപ്വാര. അതുപോലെ തന്നെ കശ്മീരിലെ ഏറ്റവും പച്ചപ്പും വനസമ്പത്തും നിറഞ്ഞ ജില്ലകളിൽ ഒന്നാണ് കുപ്വാര. ജില്ലയിലെ ഏകദേശം 4/3 ഭാഗം വനമേഖലയാണ് കേട്ടോ. ഒരുപാട് വാൾനട്ട് കൃഷി ചെയ്യുന്നതുകൊണ്ടായിരിക്കാം വാൾനട്ട് ഡിസ്ട്രിക്ട് എന്നും ഈ കുപ്വാര അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ കൃഷിയിലും കുപ്വാര ഒരുപാട് മുമ്പിലാണ് കേട്ടോ. നമ്മൾ ഈ പോകുന്ന റോഡിന്റെ ഇരുവശത്തും ഒരുപാട് ആപ്പിൾ മരങ്ങൾ കാണാൻ പറ്റും. പ്രകൃതി സൗന്ദര്യത്തിനും പ്രശസ്തമായ താഴ്വരകൾക്കും പേര് കേട്ട സ്ഥലമാണ് കേട്ടോ കുപ്വാര. കശ്മീരിലെ ഏറ്റവും മനോഹരമായ താഴ്വരകളിൽ ഒന്നായിട്ടുള്ള ലോലാബ് വാലി, വിശാലമായ പുൽമേടുകളും മലനിരകളും കാണാൻ പറ്റുന്ന ബാങ്കസ് വാലി, കിഷൻ ഗംഗ നദിക്കരയിലുള്ള പ്രദേശം കേരൺ വാലി, മലനിരകൾക്കിടയിലെ മനോഹരമായിട്ടുള്ള സ്ഥലം കർണ വാലി, ഇതൊക്കെ കുപ്വാരയിലാണ് വരുന്നത്. ഗുൽമാർഗ്, പഹൽഗാം, സോനാമാർഗ് തുടങ്ങിയ കശ്മീരിലെ പല പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ പോലെ ജനത്തിരക്കുള്ള സ്ഥലങ്ങളല്ല കുപ്വാരയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേട്ടോ. അതുകൊണ്ട് തന്നെ ശാന്തമായ ഒരു കശ്മീർ അനുഭവിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകൾ കുപ്വാരയിലുണ്ട്. നമ്മളങ്ങനെ കുപ്വാര ബസ് സ്റ്റാൻഡിൽ എത്തിട്ടോ. ഇവിടുന്ന് ഇനി കുറച്ച് ദൂരം പോകാണ്ട്. കറക്റ്റ് സ്ഥലം ക്രാൾപുര എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടുള്ള ബസ് വേറൊരു ബസ് സ്റ്റാൻഡിലത്ര കിട്ടുക. അപ്പോൾ ഇവിടുന്ന് ആദ്യം ആ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ഈ ബസ്സിന്റെ ഒക്കെ ലുക്ക് കണ്ടോ, പഴയ ബസ്സാണ്. ഒരു കിലോമീറ്റർ താഴെ ഉള്ളൂ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് കിട്ടും. അപ്പോൾ നടന്നു പോവാം. അവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ആണെന്നാണ് പറഞ്ഞത് നമ്മുടെ ക്രാൾപുരക്ക്. ഇതാണ് കുപ്വാര പട്ടണം. വടക്കൻ കശ്മീരിൻ്റെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഒന്നാണ് കുപ്വാര പട്ടണം. ഈ ജില്ലയുടെ ആസ്ഥാനം കൂടിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 5300 അടി ഉയരത്തിലായതുകൊണ്ട് വേനൽക്കാലത്തും അത്യാവശ്യം തണുപ്പുള്ള കാലാവസ്ഥയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട കുറേ താഴ്വരകളിലേക്കും അതുപോലെ തന്നെ പാകിസ്ഥാൻ അതിർത്തിയിലേക്കുള്ള റോഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. നഗരത്തിലൂടെ താൽരി നദി ഒഴുകുന്നുണ്ട്. ഇത് ഈ പ്രദേശത്തെ കൃഷിക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ വാൾനട്ട്, ആപ്പിൾ വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രം കൂടിയാണ് കേട്ടോ ഈ ഒരു പട്ടണം. അങ്ങനെ നമ്മൾ ഈ ബസ് സ്റ്റാൻഡിൽ എത്തിട്ടോ. അവിടെ ബസ്സുണ്ട്, പിന്നെ ഒരുപാട് ഷെയർ ടാക്സികൾ. സുമോ ഉണ്ട്, സുമോ. ഇവര് സോമു എന്നാണ് പറയാ, സോമു. അപ്പോൾ ഈ സോമു തരസ്പുര പോകും. നമുക്ക് പോകേണ്ടത് തരസ്പുര റൂട്ടാണ്.
അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിട്ടോ. ഇവിടുന്ന് 60 രൂപയുള്ളൂ ഈ സോമൂല് പോകാൻ. സോമു സുമോ പുറപ്പെടാൻ ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ഇദ്ദേഹത്തോടെ സംസാരിച്ചു കേട്ടോ, ഈ വണ്ടി എങ്ങോട്ടാ പോകുന്നതൊക്കെ ചോദിച്ചത് ഇദ്ദേഹത്തോടാണ്. അപ്പോൾ ഇദ്ദേഹം കറക്റ്റ് പറഞ്ഞു തന്നു ഇത് തന്നെയാണ് വണ്ടി. അപ്പോൾ ഞാൻ പുറകിൽ കയറാൻ പോയപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ മകൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മകനെ എണീപ്പിച്ചിട്ട് ബാക്കിലേക്ക് പറഞ്ഞയച്ചിട്ട് ഇവിടെ ഇരുന്നാലാണ് സുഖം, നിങ്ങൾക്ക് കാഴ്ചയൊക്കെ കണ്ടു പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ ഇരുത്തിട്ടോ, ഫ്രണ്ടിലിരുത്തി പുള്ളിയുടെ കൂടെ. സോമു അങ്ങനെ പുറപ്പെട്ടു. പുറത്ത് റോഡിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് പഴയ യാത്ര ഓർമ്മ വരാൻ കേട്ടോ. അന്ന് മഞ്ഞുകാലത്ത് ഇതുപോലൊന്നുമല്ല, അന്ന് ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു. ജസ്റ്റ് ഈ വണ്ടി പോകാനുള്ള ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് തന്നെ എല്ലാ ദിവസവും രാവിലെ ഈ മഞ്ഞ് നീക്കുന്ന പ്രത്യേകതരം വണ്ടി വന്നിട്ട് മഞ്ഞ് നീക്കം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഗതാഗതം സാധ്യമാകുന്നത്. ഇവിടുന്ന് പോയിട്ട് ചില മൗണ്ടൻ പാസൊക്കെ കടന്ന് പോകേണ്ട സ്ഥലങ്ങളിലേക്ക് ഒട്ടും പോകാനും പറ്റില്ലായിരുന്നു. ആ റോഡ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരുന്നു. എന്തായാലും ഒരു 10-20 കിലോമീറ്റർ ദൂരം കൂടി പോയിട്ട് നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. Thank you. अस्सलाम वालेकुम. कैसा है? कैसा है? ठीक है. आज स्कूल नहीं? No, Sunday. हाँ आज संडे ना. Yeah, this is friends Karlak. ആ പേര്. അപ്പം നമ്മളിതാ ഇക്ബാൽ ഭായിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഇന്നലെ വരെ എനിക്ക് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ കിട്ടിയിരുന്നില്ല, പക്ഷെ ഇന്ന് പുറപ്പെട്ടതിന് ശേഷം കിട്ടി. അങ്ങനെ ഇക്ബാൽ ഭായിൻ്റെ വീട്ടിലെത്തി. ഞാൻ അത്യാവശ്യം നന്നായി ക്ഷീണിച്ചിരുന്നു കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ എനിക്കറിയായിരുന്നു ഇവർക്ക് ബനാന ചിപ്സ് നല്ല ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ കുറച്ച് ചിപ്സ് വാങ്ങിക്കൊണ്ടുവന്നിരുന്നു. അത് കൊടുത്തപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അപ്പം തന്നെ നമ്മുടെ ഇക്ബാൽ ബ്രോയുടെ ചെറിയ മോള് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അതിനുശേഷം എൻ്റെ മുമ്പിൽ സാധാരണ എപ്പോഴും കിട്ടുന്ന പോലെ തന്നെ ഒരു മാറ്റ് വിരിച്ചിട്ട് അതിനകത്ത് ഭക്ഷണം നിരന്നു കേട്ടോ. ഒരു തരം കേക്ക് ഉണ്ട്, പിന്നെ റൊട്ടി ഉണ്ട്, പിന്നെ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വേറൊരു ടൈപ്പ് ഓഫ് റൊട്ടി ഉണ്ട്, ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളൊരു കൂട്ടാനുണ്ട്, പിന്നെ ചായയുണ്ട്. ഇന്ന് ശ്രീനഗറിൽ നിന്ന് ഒരുപാട് നേരത്തെ കുറച്ച് ഹരീസ മാത്രമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സമയത്ത് ഇത് കിട്ടിയത് ഭയങ്കര ലക്കാണേ. ഭക്ഷണം കഴിച്ചു കേട്ടോ. ഇക്ബാൽ ഭായി പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന്. അപ്പോൾ ദാ അന്ന് നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ ഒന്നും ഇങ്ങനെ കാണാൻ പറ്റില്ലായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് സ്നോ ആയിരുന്നേ. കണ്ടോ, ഇതാണ് ഇവരുടെ സ്ഥലം കേട്ടോ. ഈ കാണുന്നതാണ് അവരുടെ വീട്. അന്ന് നമ്മൾ വന്നപ്പോൾ താമസിച്ചത് ഈ വീട്ടിലായിരുന്നു. അങ്ങോട്ട് ജസ്റ്റ് ഈ പോകുന്ന വഴിയിൽ ഒരു 2 കാല് വെക്കാൻ മാത്രമുള്ള വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മൊത്തം നല്ല കനത്തിൽ മഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇതൊക്കെ അവരുടെ സ്ഥലമാണ്. ഈ കാണുന്ന മരങ്ങളൊക്കെ ആപ്പിൾ മരങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ആപ്പിളിൻ്റെ സീസണിൽ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ അടിപൊളിയായിരിക്കും. അന്ന് വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു. അന്ന് ഇദ്ദേഹത്തിൻ്റെ ബ്രദറും ആ വീട്ടിൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബ്രദറാണ് ആ വീട്ടിൽ താമസിക്കുന്നത്, മുഷ്താഖും ഫാമിലിയും. ഇപ്പോൾ ഇദ്ദേഹം ഫാമിലിയും ഈ വീട്ടിലേക്ക് മാറി. ഇനി ഇദ്ദേഹം വേറൊരു വീട് പണിയുന്നുണ്ട് അപ്പുറത്ത്. ആ സമയത്ത് ഇവിടെ ഇത് ഹോം സ്റ്റേ ആയിട്ട് ഗസ്റ്റിന് താമസിക്കാൻ കൊടുക്കാനുള്ള പ്ലാനാണ്. സാധാരണ ഈ ഭാഗത്തേക്ക് അധികം ടൂറിസ്റ്റുകളൊന്നും വരുന്നതല്ല കേട്ടോ. പുള്ളിക്ക് അങ്ങനെ ഒരു പ്ലാനുണ്ട്. ഈ ഭാഗത്ത് വരുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഈ സ്ഥലമൊക്കെ ചുറ്റിക്കറങ്ങി കാണിച്ചു കൊടുക്കാനും പിന്നെ ഇവിടെ താമസിക്കാനുള്ള സംവിധാനം ഒരുക്കാനുള്ള പ്ലാനുണ്ട്. എന്തായാലും നമുക്കൊന്ന് പുറത്തു പോവാം. അന്നത്തെ കാര്യം കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഗേറ്റിൻ്റെ പുറത്ത് നമ്മുടെ ഇവാലിയെ പാർക്ക് ചെയ്തിട്ട് ഗേറ്റ് തുറന്നിട്ട് ജസ്റ്റ് ഒരു കാല് വെക്കാനുള്ള വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിലേക്ക് പോകാൻ. നമ്മൾ വെറുതെ അദ്ദേഹത്തിൻ്റെ വില്ലേജിൽ കൂടെ ഒന്ന് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. നാളെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാം. ഇന്നിപ്പോൾ സമയം ഇനിയിപ്പോൾ കുറച്ചുള്ളൂ, 4 മണിയായല്ലോ. ഷോർട്ട് കട്ട് വഴി പോകാൻ കേട്ടോ. നമ്മളങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് 2 പേര് ഓപ്പോസിറ്റ് വരുന്നുണ്ട് കേട്ടോ. अस्सलाम वालेकुम. आप ठीक हो? ठीक है. क्या है इसमें? आटा. Yes. आटा wheat flour. Wheat flour. हाँ. No, wheat flour, no, maize flour. മെയ്സ് ഫ്ലോർ. Yes, maize ഓ, അവരുടെ 2 പേരുടെയും പുറത്ത് ചാക്ക് ഉണ്ട് കേട്ടോ. ചാക്കിൽ നമ്മുടെ ഈ ചോളം പൊടിച്ചതാണത്രേ. അപ്പോൾ അവർ ഈ ചോളം പൊടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മില്ലിൽ പോയതാന്ന് പറഞ്ഞു. ആ മില്ല് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആട്ടോ, അത് നമുക്ക് കാണണം. അപ്പോൾ അവർ ഗുജ്ജർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അത്ര കേട്ടോ. അത് ഇവിടുത്തെ ട്രൈബൽ പീപ്പിൾസാണ്. അപ്പോൾ അവരുടെ ഒരു വില്ലേജും കുറേ ദൂരെയാണെന്ന് പറഞ്ഞു. അങ്ങോട്ടും നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ ഒരു സ്ഥലം കാണാമെന്ന് പറഞ്ഞിട്ട് പുള്ളീനെ കൂട്ടിയിട്ട് പോവാണ്. ഇങ്ങനെ പോയാൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ.
നമുക്കും ഇഷ്ടം ഇങ്ങനത്തെ ഷോർട്ട് കട്ട് വഴികളാണ്. ബൈ റോഡ് പോകുന്നത് അത്ര രസമല്ലല്ലോ. അപ്പോൾ ഇത് പുള്ളിയുടെ പുറകെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും ഭംഗിയാണ് കേട്ടോ. നോക്കി, ഇതാണ് ഈ സമയത്ത് കശ്മീരിൽ വന്നാലുള്ള ഗുണം. ഇതാ ആപ്പിൾ മരങ്ങൾ, പശുവിനൊക്കെ ഓടിക്കുന്നുണ്ട്. നോക്ക് എന്ത് രസമാണ് നോക്കി ഇവിടുത്തെ പ്രകൃതി. വെറുതെ അല്ല, സ്വർഗം എന്ന് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. യു പ്ലാനിങ് ടു ബിൽഡ് ന്യൂ ഹോം ഹിയർ? ആ, ഇദ്ദേഹം പുതിയ വീട് വെക്കണം എന്ന് വിചാരിച്ചത് ഈ സ്ഥലത്താണ് കേട്ടോ. ഇത് അവരുടെ സ്ഥലമാണ്. പക്ഷേ ഇവിടേക്ക് ഡയറക്റ്റ് റോഡ് കണക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് പുള്ളി ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. ഫുള്ള് വേലി ചാടിക്കാണിട്ടൊക്കെ പോകണം കേട്ടോ. പശുവിനെ ഓടിച്ചിട്ട് പുള്ളിയാണ് പോയി. നോക്കുമ്പോൾ കുറേ ദൂരം എത്തിയിട്ടുണ്ട്. ഇതാ ഇടയ്ക്ക് ആപ്പിൾ മരങ്ങളുണ്ട്. അടിപൊളി സ്ഥലം. ആ വഴിക്ക് പറഞ്ഞു വിടാനാണ് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. പുള്ളി ആ വഴി മാത്രം പോകൂല. ആ ഓക്കെ 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 ഓക്കെ. അയ്യോ, അവിടെ ആ സ്ഥലത്ത് എന്തോ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ പശു തിന്നും. അതുകൊണ്ടാണ് ഇവരെ ഇവിടെ നിന്ന് ഓടിക്കണത്. ഇനിയും കുറേ പശുക്കളുണ്ട് കേട്ടോ. ആ, ഇതിപ്പോൾ നമുക്കൊരു പണിയായല്ലോ. തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. ആലോചിച്ച് നോക്കിയേ, ഈ കാണുന്നത് മുഴുവൻ ആപ്പിൾ മരങ്ങളാണേ. അപ്പോൾ ആപ്പിളൊക്കെ വിളഞ്ഞ് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തുള്ളൊരു അതിൻ്റെ ഒരു രസം എന്തായിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഓഹ്, ഞാൻ ഈ പക്ക ആപ്പിൾ സീസണിൽ ഹിമാചലിൽ ഉണ്ടായിട്ടുണ്ട്, പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കശ്മീരിൽ ഞാൻ ആപ്പിൾ സീസണിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇനി ഒരിക്കൽ വരുമ്പോൾ ആ സമയത്ത് വരണം, പൊളിക്കും. ഇവിടെ മൊത്തം കമ്പിവേലിയാണ് കേട്ടോ. വഴിയൊന്നും പ്രോപ്പറായിട്ടില്ല, ഇങ്ങനെ തന്നെ കിടക്കണം. അയ്യോ, വേലി ചാടി ഇപ്പുറത്ത് വന്നപ്പോൾ പുള്ളിനെ കാണാനല്ല. പടച്ച റബ്ബേ, ഇതിനകത്ത് വേറെ ആരും ഇല്ല ഇവിടെ. ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാരും എന്നെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി ആ പശുവിൻ്റെ പുറകെ പോയതാ. നോ വിവരംസ്. ആ, വരുന്നുണ്ട് വരുന്നുണ്ട്. എവിടെ പോയിട്ടാണ് വരുന്ന ആള്? പശുവിനെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടോ വേലി ചാടുന്നുണ്ടോ? എല്ലായിടത്തും ഇങ്ങനെയാടാ. പ്രോപ്പറായിട്ട് വഴിയൊന്നുമില്ല, വേലി ചാടിയിട്ടാണ്. വീണ്ടും ഒരു 3-4 വേലിയും കൂടി ചാടിയിട്ട് നമ്മളിപ്പോൾ റോഡിൽ തന്നെ തിരിച്ചെത്തിട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെ ഈ പശുക്കളെ അതിൻ്റെ ഉടമസ്ഥരാൻ തുറന്ന് വിട്ടേക്കാണെന്ന്. അപ്പോൾ ആ ഭാഗത്തുള്ള കുറേ സ്ഥലങ്ങളിൽ പുതിയ ആപ്പിൾ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പശുക്കൾ കടിച്ച് നശിപ്പിക്കുന്നു പറഞ്ഞിട്ടാണ് പുള്ളി ഓടിക്കുന്നത്. പുള്ളീൻ്റെ സ്ഥലത്ത് നിന്ന് മാത്രമല്ല കേട്ടോ, അപ്പുറത്തും ഇപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പശുക്കൾ ഓടിച്ചു വിട്ട്, എങ്ങോട്ടോ ഓടിച്ചു വിട്ട്. ഇപ്പോൾ ആ തിരിച്ച് നമ്മൾ റോഡിൻ്റെ ഒരു ഭാഗത്തേക്ക് തന്നെ എത്തി. റോഡിൻ്റെ ആ ഭാഗത്ത് ആപ്രിക്കോട്ടും ആപ്പിളും അക്രോട്ടും ഒക്കെയാണ് കേട്ടോ. അക്രോട്ട് മീൻസ് നമ്മുടെ വാൾനട്ട്. ഈ ഭാഗത്താണെങ്കിലോ ഫുള്ള് പാടങ്ങളാണ് കേട്ടോ, നെൽപ്പാടങ്ങളാണ്. ഇതൊക്കെ ഇപ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ഈ ചെറിയ കളങ്ങൾ കണ്ടോ, ഇതിനകത്ത് നമ്മൾ ഇവിടുന്ന് ശ്രീനഗറിൽ കണ്ട പോലെ ഇതിനകത്ത് അവർ വിത്തിട്ടിട്ടുണ്ട്. ഇനി അത് മുളച്ച് വരും. ഞാറായതിനു ശേഷം ഇതിൽ നിന്ന് പറിച്ചിട്ട് ബാക്കിയുള്ള ആ സ്ഥലങ്ങളിലൊക്കെ നടും. ഇവിടെ അത്യാവശ്യം നല്ലോണം നെൽകൃഷി നടക്കുന്ന സ്ഥലമാണ്. എന്നോട് 2 മിനിറ്റ് ഇവിടെ നിൽക്കുക, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പോയതാണ് കേട്ടോ. ഇക്ബാൽ ബ്രോ പുള്ളി വരുന്നുണ്ട്. ഇപ്പോൾ നല്ല കട്ട വെയിലാണ് കേട്ടോ. പക്ഷേ ഈ കണ്ണിലേക്ക് വെയിലടിക്കുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടുള്ളൂ, അല്ലാതെ ചൂടിൻ്റെ ഒരു പ്രശ്നമല്ല. നമ്മൾ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ കണ്ടോ ഈ വില്ലേജിലെ വീടുകളാണ്. വീടുകളൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളതുകൊണ്ട് വിശദമായിട്ട് പറയാനില്ല എന്നുള്ളൂ കേട്ടോ. ആ ബാക്കിൽ കാണുന്നുണ്ടോ മൗണ്ടെയ്ൻസ് ഉണ്ടോ? ആ മൗണ്ടെയ്ൻസിൻ്റെ അപ്പുറം പാകിസ്ഥാനാണ്, അതായത് POK, പാക് ഒക്കുപൈഡ് കശ്മീർ. നമ്മളങ്ങനെ നടന്ന് മറ്റൊരു വില്ലേജിലെത്തി കേട്ടോ, ഷാർകോട്ട്. നമ്മളറിയാതെ നമ്മളൊരു സംഭവമായി മാറുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോവല്ലേ, അപ്പോൾ കുറേ പിള്ളേരൊക്കെ നമ്മളെ കൂടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് മാച്ച് കണ്ടു നിന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ആ സ്കൂളിൻ്റെ സൈഡിൽ കൂടെ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ ഒരു മലയുടെ മുകളിലേക്ക് പോകുന്ന പോലെ ഉണ്ട് ഈ വഴി. എന്തൊരു ഭംഗിയാന്നൊക്കെ. പുള്ളിയിലിങ്ങനെ പോകുന്നുണ്ട്, ഞാനും പുറകെ പോകുന്നുണ്ട്. അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു ബിൽഡിംഗ് കണ്ടു കേട്ടോ. അപ്പോൾ പുള്ളി പറയാണ് ഇത് സർക്കാരിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. ആയിരുന്നു എന്നല്ല, ആണ്. അമ്മേ, കുറേ നടന്ന് ക്ഷീണിച്ച്. പണ്ട് കാലത്ത് ഈ ഭാഗത്തിലെ ഏറ്റവും മനോഹരമായൊരു കെട്ടിടമായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നത് മരം കൊണ്ടൊക്കെ ആയിരുന്നു നിർമ്മിച്ചതെന്നാണ്. അത് 90കളിൽ ഈ ഭീകരവാദികൾ കത്തിച്ച് കളഞ്ഞു ഒരു ദിവസം രാത്രിയിൽ. എന്തിനാണെന്നറിയില്ല. അതിനുശേഷം ഇപ്പോൾ സർക്കാർ വീണ്ടും അത് പണിതുകൊണ്ടിരിക്കുകയാണ്.
ആ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ഈവനിങ്ങിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ഇത്രേ. കാരണം ഈ സ്ഥലം ഭയങ്കര മനോഹരമായിരുന്നു എന്ന്. അതുകൊണ്ട് ഈ അടുത്തുള്ള വില്ലേജിൽ നിന്നൊക്കെ ആൾക്കാർ ഈവനിങ് ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുത്രേ. ആ പ്രശ്നം ഉണ്ടായതിന് ശേഷം അധികം ആൾക്കാർ ഇങ്ങോട്ട് വരാറില്ല, വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ ഇത്രേ. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. അതിനുശേഷം തിരിച്ചിറങ്ങി കേട്ടോ. തിരിച്ചിറങ്ങുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് കയറിപ്പോയ വഴിയൊക്കെ അല്ലേ, ആ വഴിയിൽ ഒരു അമ്മാവൻ അദ്ദേഹത്തിൻ്റെ ചെമ്മരിയാടുകളെ തീറ്റിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. അങ്ങനെ കുറച്ച് നേരം ആ കാഴ്ചയൊക്കെ കണ്ട് നിന്നതിന് ശേഷം താഴേക്ക് ഇറങ്ങി കേട്ടോ. റോട്ടിലെത്തി ഇനി വീട്ടിലേക്ക് തിരിച്ച് നടക്കുകയാണ്. നമ്മൾ പതിയെ നടന്ന് കുറച്ചധികം ദൂരം വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് നടക്കുന്ന വഴിക്ക് പാതി വഴി എത്തിയപ്പോൾ ഇക്ബാൽ ബ്രോയുടെ സുഹൃത്ത് ഒരു വണ്ടി കൊണ്ട് വന്ന് ലിഫ്റ്റ് തന്നു. അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് എത്തി. क्या लगा? फूड अब था। चल मुझे दिखा। क्या हो गया? क्या हो गया? എന്നോട് തെറ്റിട്ടോ, എന്തോ സംഭവിച്ചു. എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു, ഞാൻ വീഡിയോ എടുത്തത് കാണിച്ചു കൊടുത്തപ്പോൾ എന്നോട് തെറ്റി. പക്കടോ പക്കടോ, എന്നെ തല്ലാൻ വരുന്നു ആണിയും കൊണ്ട്. I don't know what happened. वीडियो उठाया मेरा। वीडियो क्यों उठाया मेरा? वो बोला वीडियो उठाने के लिए। डिलीट करना। आओ 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 इधर आओ. വീഡിയോ എടുത്ത ഇഷ്ടപ്പെട്ടില്ല അത്രേ. അവിടെ ഭയങ്കര ചൂടാട്ടോ, ദേഷ്യം വന്ന് വടിയൊക്കെ എടുത്തില്ല. यहाँ वाला है पर कि नहीं ये बंद कर फोन। क्या? बंद क्यों? चाय पीते पीते देखते। ആള് ഭീകരനാട്ടോ. ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഫോൺ എടുത്ത് നോക്കിയതാണ്. ഫോൺ എടുത്ത് വെക്കാന്, ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ ഫോൺ നോക്കാൻ പാടില്ല. ചായ കുടിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. വീണ്ടും ഇദ്ദേഹത്തിൻ്റെ ആ തോട്ടത്തിൽ എന്തോ ഒരു മരുന്ന് അടിക്കാണ്ട് ഇത്രേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോന്നതാണ്. അപ്പോൾ അതാ നടന്ന് വീണ്ടും ഇവിടെ എത്തി. ആ മരുന്നടിക്കാനുള്ള യന്ത്രം എടുത്തിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ മുമ്പിൽ ഇത് വെച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് വലിയ പൈപ്പ് ഇടാൻ കേട്ടോ. നമ്മളൊക്കെ സാധാരണ മരുന്നടിക്കുന്നത് ചെറിയൊരു സംഭവം ഇങ്ങനെ കൊണ്ടു നടന്നിട്ടല്ല അടിക്കുക, പോർട്ടബിൾ ആയിരിക്കുമല്ലോ. ഇത് അതവിടെ വെച്ചിട്ട് മെഷീൻ അവിടെ വെച്ചിട്ട് വലിയൊരു ഹോസ് അങ്ങോട്ട് നീട്ടിയിടാണ്. അത് വെച്ചിട്ട് അങ്ങനെ അടിക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നുണ്ട്. പയ്യന്മാർ നമ്മുടെ ചാനൽ ഏതാ ചോദിച്ചു, അവർ അത് ഫോണിലെടുത്ത് നോക്കുക കേട്ടോ. അവരവരുടെ വല്യമ്മാൻ്റെ കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ ഉമ്മർത്ത്. ഇത് കാണുമ്പോൾ ഒരുപാട് പേര് വിമർശിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള കീടനാശിനികൾ ഉപയോഗിക്കാൻ പാടില്ല, അത് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ദോഷം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ കീടനാശിനികൾ ഉപയോഗിക്കാതെ ഈ കാലഘട്ടത്തിൽ ഒരു കൃഷിയും വ്യാവസായികാടിസ്ഥാനത്തിൽ നടത്താൻ പറ്റും എന്ന് തോന്നുന്നില്ല. ഇത് പ്രത്യേകിച്ചും ഇവരുടെ ജീവിത മാർഗമാണ്. ഈ നാട്ടിലെ ഭൂരിഭാഗം മനുഷ്യരുടെയും പ്രധാനപ്പെട്ട വരുമാന മാർഗം ആപ്പിൾ കൃഷിയാണ്. ഇങ്ങനെയുള്ള കീടനാശിനികൾ ഉപയോഗിച്ച് കീടങ്ങളെ തുരത്തിയില്ലെങ്കിൽ ഈ മരങ്ങളിൽ നിന്നും ഒരു ആപ്പിൾ പോലും ഇവർക്ക് കഴിക്കാനോ വിൽക്കാനോ കിട്ടും എന്ന് തോന്നുന്നില്ല. കീടനാശിനി പ്രയോഗത്തിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അതിൻ്റെ സമയമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പൂമൊട്ട് വിരിയുന്നതിന് മുമ്പോ അതല്ലെങ്കിൽ പിന്നെ കായ പിടിച്ചതിന് ശേഷമോ മാത്രമേ കീടനാശിനികൾ തളിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പൂ വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് കീടനാശിനി തളിച്ചു കഴിഞ്ഞാൽ തേനീച്ച പോലെയുള്ള ഉപകാരപ്രദമായ ജീവികൾക്കും അപകടം ഉണ്ടാവും കേട്ടോ. അത് ശരിക്കും ഈ കൃഷിയെ സാരമായി തന്നെ ബാധിക്കും. കാരണം പരാഗണം ശരിക്കും സംഭവിച്ച് പഴങ്ങൾ ഉണ്ടാവണമെങ്കിൽ തേനീച്ചയുടെ സഹായം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പൂ വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് തേനീച്ചകൾക്ക് അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കീടനാശിനി പ്രയോഗം ചെയ്യാറില്ല കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, തേനീച്ചകൾ വരാൻ സാധ്യത ഏറ്റവും കുറവുള്ള അതിരാവിലെയോ അതല്ലെങ്കിൽ പിന്നെ വൈകുന്നേരമോ മാത്രമാണ് ഇവർ ഈ കീടനാശിനി പ്രയോഗത്തിന് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ പരമാവധി ആളുകൾ ജൈവ കീടനാശിനി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ദാ ഈ ആപ്പിൾ മരങ്ങളിലെല്ലാം ചെറിയ കായ പിടിച്ചു നിൽക്കുന്ന സമയമാണ്.
അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കീടങ്ങളെ തുരത്താനുള്ള കീടനാശിനി പ്രയോഗിക്കുന്നത്. നമ്മുടെ സാധാരണ എല്ലാ കൃഷികളെയും ആക്രമിക്കുന്ന പോലെ ഒരുപാട് തരം കീടങ്ങൾ ആപ്പിൾ കൃഷിയെയും ആക്രമിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചില ചിലന്തികൾ, ചില പൂപ്പൽ രോഗങ്ങൾ, ഇതിനൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഇങ്ങനെ ഒരു കീടനാശിനി പ്രയോഗം അത്യാവശ്യമാണ്. അങ്ങനെ അവരവിടെ ആപ്പിൾ മരങ്ങൾക്ക് മരുന്നടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനത് കുറച്ച് സമയം കണ്ടതിന് ശേഷം ഇങ്ങോട്ട് കയറി വന്നു. നമ്മൾ ആ കണ്ട വീട്ടിലെ കുട്ടികൾ അവിടെ അങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു കല്ലുമ്മ ഇരുന്നിട്ട് അവരുടെ കളി കുറേ നേരം കണ്ടിരുന്നു. ഇന്ന് ശരിക്കും പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ജസ്റ്റ് ഇങ്ങോട്ട് വരിക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാളെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്ന് വിൻ്റർ സമയത്ത് പോകാൻ പറ്റാതിരുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോകണമെന്നാണ്. ടീറ്റ്വാൾ, ഈ ഭാഗത്തെ ഇന്ത്യയുടെ ഏറ്റവും അറ്റം ടീറ്റ്വാൾ എന്ന് പറയുന്നൊരു വില്ലേജാണ്. അവിടെ ഒരു പുഴയുണ്ട്, അതിൻ്റെ അപ്പുറത്ത് POK ആണ്, പാകിസ്ഥാൻ അഥവാ പാക് ഒക്കുപൈഡ് കാശ്മീർ. അപ്പോൾ അങ്ങോട്ട് പോകണമെന്നാണ് പ്ലാന്. അങ്ങനെ കുറച്ച് നേരം ആ കുട്ടികളുടെ കളിയൊക്കെ കണ്ട് അവിടെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഇക്ബാൽ ബ്രോയും മറ്റേ ഫ്രണ്ടും ഈ മരുന്നടി കഴിഞ്ഞിട്ട് വന്നു. അവരാ മരുന്നടിക്കുന്ന മെഷീനെ അങ്ങനെ ഒരു വണ്ടിയിൽ, തള്ളുവണ്ടിയിൽ വെച്ചിട്ട് തള്ളിക്കയറ്റാണ് കേട്ടോ. आएंगी बहारा तो तेरा ही फसाना सुनाएंगी हमें तड़पाएंगी हमें. ഞങ്ങൾ നടന്ന് തിരിച്ചെത്തിയപ്പോഴത്തേക്കും താരത്പുര അങ്ങാടിയിൽ ഇരുട്ട് പരന്നു തുടങ്ങിയിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ കുപ്വാരയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെക്കുറിച്ച് പൊതുവായി പറഞ്ഞതുപോലെ വളരെ ആൾത്തിരക്ക് കുറഞ്ഞ പ്രകൃതി ഭംഗിയും ശാന്തമായ ഗ്രാമീണ ജീവിതവുമുള്ള ഒരു പ്രദേശമാണ് താരത്പുരയും. അതുപോലെ തന്നെ കേട്ടോ ഈ താരത്പുര അങ്ങാടിയും. വളരെ കുറച്ച് കടകൾ, വളരെ കുറച്ച് ആളുകൾ, ഒരു പള്ളി, കുറച്ച് അങ്ങോട്ട് മാറിയിട്ടൊരു സ്കൂള്, അങ്ങനെ വളരെ ശാന്തമായിട്ടുള്ള ഒരു അങ്ങാടി. അങ്ങാടിയിലെത്തിയപ്പോൾ ഇക്ബാൽ ബ്രോ നമുക്ക് ബാർബിക്യൂ കഴിക്കല്ലേ എന്ന് ചോദിച്ചു. ഞാൻ കഴിക്കാമെന്നും പറഞ്ഞു. ഇതാണ് കേട്ടോ തൂജി. അതായത് കശ്മീരിലേക്ക് ടൂർ വന്നവരാരും ഈ ഒരു സ്ട്രീറ്റ് ഫുഡ് കാണാതിരുന്നിട്ടുണ്ടാവില്ല. കാരണം കാശ്മീരിൻ്റെ ഏത് മുക്കിലും മൂലയിലും പോയാലും വൈകുന്നേരങ്ങളിൽ ഇങ്ങനെയുള്ള തൂജി വിൽക്കുന്ന കടകൾ നമുക്ക് കാണാൻ പറ്റും. കശ്മീരിൻ്റെ തനതായ മസാലയിൽ മാരിനേറ്റ് ചെയ്തെടുത്ത ഇറച്ചി ഇങ്ങനെയുള്ള കൂർത്ത കമ്പികളിൽ കോർത്തെടുത്തിട്ട് തീക്കനലിൽ ഗ്രിൽ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ തൂജി. അതിൻ്റെ കൂടെ കശ്മീരിൻ്റെ സ്പെഷ്യലായിട്ടുള്ള തിന്നായിട്ടുള്ള ഒരു റൊട്ടിയും പിന്നെ റാഡിഷും തക്കാളിയും തൈരും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ചട്നി പോലത്തെ സാധനം കൂട്ടിയിട്ടാണ് കേട്ടോ ഇത് കഴിക്കുക. മിക്കവാറും ബീഫും മട്ടനും ആണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ ചിക്കനും ചെയ്യാറുണ്ട് കേട്ടോ. കശ്മീരിൽ വന്നപ്പോഴെല്ലാം ഞാൻ ഈ സാധനം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പേരിനെ കുറിച്ച് ഇപ്പോഴാണ് കേട്ടോ ഞാൻ ആലോചിക്കുന്നത്. സംഗതി നമ്മുടെ മലയാളത്തിലെ സൂചി എന്നർത്ഥം തന്നെ ആയിരിക്കും കേട്ടോ ഈ തൂജിക്കും ഉണ്ടാവുക. അതായത് കശ്മീരി ഭാഷയിൽ അഗ്രഭാഗം കൂർത്തിട്ടുള്ള കമ്പിയെ തുജ് എന്നാണ് വിളിക്കുക. അതായത് നമ്മുടെ സൂചി തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പികളിൽ കോർത്തുണ്ടാക്കുന്നത് കൊണ്ടായിരിക്കാം ഈ ഭക്ഷണത്തിന് ഇവർ തൂജി എന്ന് വിളിക്കുന്നുണ്ടാവുക. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. തണുപ്പ് കൂടി വരുന്നുണ്ട്. ശ്രീനഗറിലേക്കാളും തണുപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാനാണ് ഞങ്ങൾ കുറേ ഇങ്ങനെ നടക്കുന്നത് ഞങ്ങാടിയിൽ കൂടി. ശരി, പുള്ളി ചിക്കൻ അന്വേഷിച്ച് നടക്കാൻ കേട്ടോ. എന്നോട് ചോദിച്ചിരുന്നു എന്താ രാത്രി കഴിക്കാൻ വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത് അത് മതി എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ചിക്കൻ കഴിക്കുമെന്ന് വെച്ചപ്പോൾ ചിക്കൻ കഴിക്കും, പുള്ളിക്ക് അറിയാം. പണ്ട് ഞാൻ വന്നപ്പോൾ ചിക്കൻ കഴിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചിക്കനൊന്നും വേണ്ട, നമുക്ക് നിങ്ങൾ എന്തായാലും സാധാരണ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ അത് മതി എന്ന് പറഞ്ഞാൽ. പക്ഷേ പുള്ളി ചിക്കൻ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. പിന്നെ ഞങ്ങളൊരു പച്ചക്കറി കടയിലേക്ക് വന്നു കേട്ടോ. എന്തൊക്കെയാണ് വാങ്ങണം പറഞ്ഞിട്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പച്ചക്കറികൾ. അത് പിന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പച്ചക്കറി കാണാൻ എന്തൊരു ഭംഗിയല്ലേ. ഇപ്പോൾ നമ്മൾ ഊട്ടി പോയാലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണത്. നല്ല രസമായിരിക്കും കാണാൻ. 2-3 സാധനങ്ങളുടെ വില തൊട്ട് ചോദിച്ചാൽ കേട്ടോ. ബീൻസ് നല്ല അടിപൊളി ബീൻസാണ്, 60 രൂപയാണ്. തക്കാളിക്ക് 50 രൂപയാണ്. ഉള്ളിക്ക് 40 രൂപയാണ്. ഈ പഴത്തിന് 12 എണ്ണത്തിന് 120 രൂപ എത്ര കേട്ടോ. അത് ഒരെണ്ണത്തിന് ഇപ്പോൾ 10 രൂപയായി അല്ലേ. താങ്ക് യു. കണ്ടോ, അവിടുന്ന് ഒരു ഇത്തിരി പച്ചക്കറി വാങ്ങിയപ്പോഴേക്കും ആ കടക്കാരൻ നമ്മളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അതിഥി സൽക്കാരത്തിൻ്റെ കാര്യത്തിൽ ഇതുപോലൊരു ജനതയെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഇതെവിടെയെങ്കിലും കേട്ടതോ വായിച്ചതോ അല്ല, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ പറയുന്നത്. അങ്ങനെ പച്ചക്കറി വാങ്ങി തിരിഞ്ഞു നോക്കുമ്പോൾ മുമ്പിൽ നമ്മുടെ മുഷ്താഖ് ബ്രോ നിൽക്കുന്നത്, അതായത് ഇക്ബാലിൻ്റെ സഹോദരൻ. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി വീട്ടിലേക്ക് പോയി. താങ്ക് യു. ഞാനേ കുറച്ച് ചോക്ലേറ്റ് വാങ്ങിയിരുന്നു കേട്ടോ. ഇക്ബാൽ ബ്രോ അവിടുന്ന് വേറെ സാധനങ്ങളും
ഹായ് ഇക്ബാൽ ബ്രോ വേറെ ഹായ് ഇക്ബാൽ ബ്രോ വേറെ സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് പുള്ളിയുടെ കയ്യിൽ തന്നെ കൊടുത്തു. പുള്ളി ഇവിടെ വന്നിട്ട് അത് എല്ലാവർക്കും ഓരോന്ന് കൊടുത്തപ്പോൾ ഈ ചെറിയ കുട്ടി പറയാണ്, എന്നെ തല്ലാൻ വന്ന ഈ വില്ലൻ ഇവൻ പറയാണ് അങ്കിളിന് ഒരെണ്ണം കൊടുക്കാൻ. കണ്ടോ, അവന് സ്നേഹമൊക്കെ ഉണ്ട്. കായക ഓക്കെ താങ്ക് യു. ഇവരുടെ ഒരു റൂമാണ് ഇട്ടത്. ഈ റൂമിൽ നിന്ന് കണ്ടോ ഒരു ഡോറ്, ആ ഡോറാണ് കിച്ചൺ. അതിനകത്താണ് കിച്ചൺ, ചെറിയൊരു കിച്ചണാണേ. ഇതെന്റെയൊക്കെ ഒന്ന് സാധനം വാങ്ങി കറക്റ്റാ. എന്റെ ചോക്ലേറ്റ് ഫുള്ള് ഇത് മുറിച്ച്. എന്തൊക്കെ എനിക്കിത് താങ്ക് യു കടിച്ച് പൊളിച്ചിട്ട് എനിക്ക് തന്നു. खाएगा 1 मिनट. अभी ओके. खुलेगा. മുഴുവൻ തുറന്നിട്ട് കഴിക്കാൻ പറയാനുണ്ട്. ജൽദി. പിന്നെ ഇവൻ പോയാണ്ട് ഓഫ് ചെയ്യാ റെക്കോർഡിങ് ക്യാമറയുടെ ബാക്കിൽ പോയിട്ട്. ഞാൻ പറയാൻ വന്നത് ഇവിടുത്തെ കറണ്ടിന്റെ കാര്യം ഭയങ്കര കോമഡി ആട്ടോ. ശ്രീനഗറിൽ നിന്ന് ഒരാളിനോട് പറഞ്ഞിരുന്നു, ശ്രീനഗർ സിറ്റിയിൽ അതത്ര പ്രശ്നമല്ല, പക്ഷെ ഔട്ടർ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇവിടെ ഈ കുപ്വാര ഡിസ്ട്രിക്റ്റിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ കറണ്ട് എങ്ങനെയാണെന്ന് അറിയോ? ഇപ്പോൾ കറണ്ടില്ല മീൻസ് ഇപ്പോൾ ഒരു 3 മണിക്കൂറിൻ്റെ പവർ കട്ടാണ്. 6 to 9 പവർ കട്ട്. ആലോചിച്ച് നോക്കി, 6 to 9 നമുക്ക് ഏറ്റവും കൂടുതൽ കറണ്ട് ആവശ്യമുള്ള സമയമാണ്. പക്ഷേ ഈ 6 to 9 അല്ല, അത് മാത്രമല്ല പവർ കട്ട്. ഒരു ദിവസം ഇവർക്ക് ഇവിടെ കറണ്ട് കിട്ടുന്നത് ആകെ 9 മണിക്കൂറാണ്. 24 മണിക്കൂറിൽ ആകെ 9 മണിക്കൂറാണ് കറണ്ട് കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കിട്ടുന്ന കറണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഇപ്പോൾ ഇന്ന് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ചെറിയ മാറ്റം വരും കേട്ടോ, ഷിഫ്റ്റ് ആവും. അതായത് ഇന്ന് രാവിലെ 6 to 9 കറണ്ട് ഉണ്ടാവും, പിന്നെ 9 to 12 കറണ്ട് ഇല്ല, പിന്നെ 12 to 3 കറണ്ട് ഉണ്ടാവും, അതിനുശേഷം 3 to 6 കറണ്ട് ഇല്ല, പിന്നെ 6 to 9 കറണ്ട് ഉണ്ടാവും. അതിനുശേഷം ഇത് നേരെ തിരിഞ്ഞ് 3 മണിക്കൂർ ഇടവിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവും. അങ്ങനെ ആകെക്കൂടെ നോക്കുമ്പോൾ ഒരു ദിവസം 9 മണിക്കൂറേ കറണ്ട് കിട്ടുന്നുള്ളൂ. അതിനകത്ത് ഇപ്പം ഇന്നത്തെ ദിവസം ഈ ഈവനിങ് 6 to 9 ഇല്ല, നാളെ ഇനി 6 to ഈ സമയം ഉണ്ടാവും, അതിൻ്റെ മുമ്പത്തെ 3 മണിക്കൂർ ഉണ്ടാവില്ല. ഇങ്ങനെ 13 മണിക്കൂർ ഒരു ദിവസം പവർ കട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവർക്ക് ആവശ്യമുള്ളതിനേക്കാളും കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷെ അത് പുറത്തേക്ക് വിൽക്കുകയാണത്രേ. ആ ഉൽപ്പാദിപ്പിക്കുന്നത് മൊത്തം പുറത്തേക്ക് വിൽക്കുകയാണത്രേ, ഇവർക്ക് കൊടുക്കുന്നില്ല. എന്താ അതിന്റെ കഥ എന്നറിയില്ല കേട്ടോ. അങ്ങനെ വൻ കോമഡി ആയിപ്പോയി. വൻ കോമഡി അല്ല, വൻ ദുരന്തം. എന്റെ മോനെ, ഞാനിതൊന്ന് സംസാരിച്ച് തീർത്തോട്ടെ. എന്നെ സമ്മതിക്കോ? നീ സമ്മതിക്കോ? ഇവനൊരു സമാധാനം തരണ്ടേ? പക്ഷെ സ്നേഹമുണ്ട്. ലഡു തോടാ ദിക്കാവോ? ലഡു ക്ലേ കൊണ്ട് കളിക്കാണേ. അപ്പൊ കാർപ്പറ്റിൽ വെച്ച് കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ദേഷ്യം വരികയാണ്. नाम थोड़ा बताओ, आपका नाम बोलो इनको. What's your name? अंकल. आपका नाम मेरा नाम नहीं. आपका नाम? हाँ, मदीहा. अशरफ अंकल. आपको पता है? बोलो मेरा नाम बोलो. हाँ, क्या? अशमला अंकल. अशरफ अंकल. बताओ. നോട്ട് അഷ്മൽ. अंकल. മതി. അസ്ലം അങ്കിൾ എങ്കിൽ അസ്ലം അങ്കിൾ. തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. 1 day 1 hour. In 1 day hardly we get 1 hour or 2 hours. ഞാൻ ഈ കറണ്ടിന്റെ കാര്യം പുള്ളിയോട് ഇങ്ങനെ പറയായിരുന്നു, നല്ല ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ പുള്ളി പറയാണ് വിന്ററിൽ 1-2 മണിക്കൂർ ഉണ്ടാവുള്ളൂ ഇത്ര. ഇപ്പൊ 9 മണിക്കൂർ കിട്ടുന്നില്ലേ? അതിന് പകരം വിന്റർ സമയത്ത് 1-2 മണിക്കൂർ.
ഹെവി സ്നോഫാൾ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ലൈനൊക്കെ കട്ടായിട്ട് പല പ്രശ്നങ്ങളുമായിട്ടും ഫുൾ ടൈം കറണ്ട് ഉണ്ടാവില്ല എന്ന് 1-2 മണിക്കൂർ കിട്ടിയാലായി എന്നാ പുള്ളി പറഞ്ഞു കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഇതവർക്ക് നല്ല സമയമാണ്. 9 മണിക്കൂർ കറണ്ട് ഉണ്ടല്ലോ, എന്താ കഥ. അപ്പോൾ നമ്മുടെ നാടൊക്കെ എന്താല്ലേ അങ്ങനത്തെ ഈ കാര്യങ്ങളിലൊക്കെ. വിൻ്റർ പൊതുവേ എല്ലാ ആസ്പെക്റ്റിലും ഇവർക്ക് ഭയങ്കര ഹാർഡ് ടൈം കേട്ടോ. ഇവരുടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടൈമാണ്. നമുക്കിങ്ങനെ മഞ്ഞൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് തോന്നും, പക്ഷെ അവിടെ ജീവിക്കുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. അതാ അടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. പറഞ്ഞതാണ് കേട്ടോ. 9 മണിയായപ്പോൾ കറണ്ട് കറക്റ്റ് വന്നു. ചതി കളങ്കല്ല. അപ്പോൾ നമ്മുടെ മുഷ്താഖ് ബ്രോ വന്നു. മുഷ്താഖ് ബ്രോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാണ്. കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഫുഡ് എത്തിട്ടോ. രാജ്മ. ഈ പാത്രം കണ്ടോ, ഇത് അന്ന് രാത്രി നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്ന സമയത്ത് നമ്മൾ ഈ പാത്രത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇതൊരു അടിപൊളി കൺസെപ്റ്റാണ്. നമ്മൾ നിലത്തിരുന്ന് കഴിക്കുമ്പോൾ അതാ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് ഈ പാത്രം അങ്ങനെ പൊങ്ങി നിൽക്കും. ഞാൻ കുറേ കാര്യങ്ങൾ പറയാത്തത് അന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഇത് ഇപ്പോൾ വിളമ്പുന്ന സംഗതി മീറ്റ് ബോളാണ്. ബീഫേനാ? ബീഫേ? കണ്ടോ, ഇത് ബീഫിൻ്റെ ബോളാണ് കേട്ടോ. നമ്മൾ ഈ കശ്മീരി വാസ്വാൻ കഴിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടൂലേ, ഗുസ്താവ കിട്ടുമല്ലോ, ആ സെയിം സംഭവമാണ് മീറ്റ് ബോൾ എന്ന് പറയാം. ഓക്കെ, ഇവർ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് പോയപ്പോഴൊക്കെ കണ്ടിരുന്ന പാടം, അവിടെ കുറച്ച് പാടം ഇവരുടെന്നുണ്ട്. അവിടെ ഉൽപ്പാദിപ്പിച്ച അരിയാണ് കേട്ടോ. അവർക്ക് ഒരു വർഷത്തേക്ക് മൊത്തത്തിൽ തികയാറില്ല അത്രേ, കുറച്ച് ഒരു 2 മാസമൊക്കെ 2-3 മാസം ഒരു വാങ്ങേണ്ടി വരുന്ന പറഞ്ഞത്. രാജ്മായ തോട. ഓക്കെ, ഇത് ചിക്കൻ കറിയാണ് കേട്ടോ. പിന്നെ ഇത് ആലുവാണ്. അതൊരു അച്ചാറാണ് കേട്ടോ, ഹോം മെയ്ഡ് അച്ചാറാണ് അത്രേ. പിന്നെ തൈരുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഗംഭീരമായ ഡിന്നറാണ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഞാനും ഇക്ബാൽ ബ്രോയും മുസ്താഖ് ബ്രോയും കൂടി അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു കേട്ടോ. അതായത് നാളെ നമുക്ക് പോവേണ്ട സ്ഥലത്തെക്കുറിച്ചിട്ടൊക്കെ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി. വന്ന് കണ്ട് സോപ്പ് ഇണ്ടാണ്ടപ്പോ തന്നെ എനിക്കെന്തോ പന്തികേട് തോന്നി കേട്ടോ. കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ വാങ്ങി പോകാനാണേ, ഫോണിൽ ഷോർട്സ് കാണാൻ വേണ്ടിയിട്ടേ. കണ്ടോ ഒരു 3 ഉമ്മ കൊടുത്തിട്ട് ഫോൺ വാങ്ങി. എന്താ ആളെന്നറിയോ. ചായയും കിട്ടിട്ടോ. ചായ എന്ത് ചായ വേണമെന്ന് എന്നോട് ചോദിച്ചിരുന്നു. കട്ടൻ ചായയിൽ ഉപ്പിട്ട് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് കുടിക്കുകയാണ്. ഇതും ഫസ്റ്റ് കുടിക്കുമ്പോൾ നമുക്കൊരു സുഖമായിട്ട് തോന്നൂല, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓക്കെയാണ്. ഓരോ നാട്ടിലെ ഓരോ ശീലങ്ങളിലെ. ഇവിടെ ഞാൻ ഇപ്പോൾ നേരത്തെ നമ്മൾ ആ ആപ്പിൾ തോട്ടത്തിൽ മരുന്നടിക്കണത് കാണാം, അവിടെ പോയല്ലോ. അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു അല്ലേ, അവരൊക്കെ ഇരുന്നിട്ട് ഉപ്പിട്ട ചായയും റൊട്ടി പോലത്തെ സാധനം കഴിക്കുന്നുണ്ട് കേട്ടോ. അതും മധുരമില്ല. ആടിനെ മേയ്ക്കാൻ മലയിൽ പോയ സമയത്ത് അവരുടെ വീട്ടിൽ നമ്മൾ പോയപ്പോൾ നമുക്ക് ചായൻ്റെ കൂടെ 2 കടികൾ തന്നായിരുന്നു കേട്ടോ. അത് രണ്ടും മധുരമില്ലാത്തതാണ്. ചായയും മധുരമില്ലാത്തതാണ്, ആ 2 കടിയും മധുരമില്ലാത്തതാണ് കേട്ടോ. ഇവർ മധുരം കഴിക്കുന്നത് വളരെ കുറവാട്ടോ. ഇത് ഓക്കെയാണ്. നമുക്ക് 2-3 സിപ്പ് എടുക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം തോന്നും, പക്ഷെ പിന്നെ സെറ്റാ. കണ്ടോ, 3 ഉമ്മ കൊടുത്തിട്ട് കരസ്ഥമാക്കിയ ഫോണിൽ 3 ആളും പാടങ്ങ് മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ സമയം 11 മണിയായി. അവരൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറായി. എനിക്കുള്ള റൂം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതേ ഈ ഒരു ഫുൾ റൂം എനിക്കാണ്. ഇവിടെ വേറെ ആരുമില്ല. കണ്ടോ, താഴെ തന്നെ കിടക്കുക. കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. അതിന് പുറമെ അതിൻ്റെ മുകളിൽ അവർ ഒരു ബ്ലാങ്കറ്റ് വിരിച്ചിട്ട്, പിന്നെ വേറൊരു ബ്ലാങ്കറ്റ് കൊണ്ട് 2 ബ്ലാങ്കറ്റ് വിരിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ബ്ലാങ്കറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കട്ടോ. ഇത് ഞാൻ അന്നേ ശ്രദ്ധിച്ചതാണ്. അന്ന് വന്നപ്പോൾ തന്നെ ഇവരുടെ ഒരു പരിപാടി ഇങ്ങനെയാണ് കേട്ടോ. ഇതിങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്തും ഇങ്ങോട്ട് മടക്കിയിട്ട് ഈ ഭാഗത്തും ഇങ്ങോട്ട് മടക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മളിവിടെ കിടന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കവർ പോലെ നമുക്ക് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ കാലം അതിൻ്റെ അകത്തേക്ക് നീട്ടി വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ തണുപ്പടിക്കൂല. അങ്ങനെ ഒരു പ്രത്യേക സിസ്റ്റത്തിലാണ് കേട്ടോ ഇവർ നമുക്ക് ബ്ലാങ്കറ്റൊക്കെ സെറ്റാക്കി തരുന്നത്. ഇവരും അങ്ങനെ തന്നെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് കാഴ്ചയൊന്നുമില്ല. ഞാനിന്ന് ഇവിടേക്ക് എത്താന്നുള്ള ഒരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിവിടെ കറങ്ങാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ പുള്ളിയുടെ ആവശ്യത്തിന് പോയപ്പോൾ കൂടെ ഞാനൊന്ന് പോയി എന്ന് മാത്രം. വേറെ ഒരുപാട് വിശേഷങ്ങളൊന്നും ഇതിനകത്തില്ല.
എനിക്ക് ശരിക്കും എൻ്റെ ഉദ്ദേശം അവിടെയും ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ടീറ്റുവാൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വില്ലേജാണ് ഈ ഭാഗത്തെ. അവിടെ പോയിട്ട് ആ സ്ഥലങ്ങളൊക്കെ കാണുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം. അത് വിചാരിച്ച പോലെ നടക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം തന്നെ വേറൊന്നുമില്ല. ബൈ.